ഡൽഹി മദ്യനയ കേസിൽ കുറ്റവിമുക്തനായ ഉടനെ തന്നെ ബിജെപിയെയും നരേന്ദ്രമോദിയെയും വെല്ലുവിളിച്ച് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാൾ. ധൈര്യമുണ്ടെങ്കിൽ ഡൽഹിയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി 10 സീറ്റിൽ കൂടുതൽ ബിജെപി നേടിക്കാണിക്കുമെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളി. ഡൽഹി മദ്യനയ കേസിൽ കുറ്റവിമുക്തനായെന്ന കോടതി വിധിക്ക് പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു കേജ്രിവാളിന്റെ പ്രതികരണം. മദ്യനയ കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബിജെപി അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഡൽഹി ദുരിതത്തിലാണെന്നും കേജ്രിവാൾ കൂട്ടിച്ചേർത്തു. ഡൽഹി മുഴുവൻ തകർന്നെന്നും മോദിയുടെയും അമിത്ഷായുടെയും അധികാരക്കൊതിയുടെ ഫലം ഡൽഹിയിലെ 3 കോടി ജനങ്ങൾക്കും അനുഭവിക്കേണ്ടി വന്നെന്നും കേജ്രിവാൾ പറഞ്ഞു. ഇന്ന് താൻ മോദിയെ വെല്ലുവിളിക്കുകയാണെന്നും ധൈര്യമുണ്ടെങ്കിൽ ഡൽഹിയിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തൂ, 10ൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചാൽ ഞാൻ രാഷ്ട്രീയം വിടുമെന്നും ഡൽഹിയിലെ ജനങ്ങൾക്ക് നിങ്ങളെ മടുത്തുവെന്നും കേജ്രിവാൾ പ്രതികരിച്ചു. കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ 48 നേടിയാണ് ബിജെപി വീണ്ടും ഡൽഹിയിൽ അധികാരത്തിൽ വന്നത്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടിക്ക് ഇതിൽ കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. 2015-ൽ 67 സീറ്റുകളും 2020-ൽ 62 സീറ്റുകളും ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരുന്നു. 2025-ലാണ് ഇത് 22 സീറ്റുകളായി ചുരുങ്ങിയത്. മദ്യനയ കേസിന് പിന്നാലെയാണ് 2025-ൽ പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടതെന്നും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ബിജെപി നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് 2025-ൽ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതെന്നും കേജ്രിവാൾ ചൂണ്ടിക്കാട്ടി. ദില്ലി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെയും BRS നേതാവ് കെ കവിതയെയും കുറ്റവിമുക്തരാക്കി കോടതി ഉത്തരവ് വന്നിരുന്നു. കേജ്രിവാൾ അടക്കം കേസിലെ 23 പ്രതികളെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാണ് കോടതി വിധി വന്നത്. മദ്യനയവുമായി ബന്ധപ്പെട്ട് CBI എടുത്ത കേസിലാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ നടപടി. കേസിൽ ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്നും കുറ്റം ചെയ്തതിന് തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു. CBIക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്.